നമസ്കാരം, ഞാൻ അനീഷ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പുതുവർഷം നേരുന്നു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസിയായിട്ട് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈല് ഒറിജിനലാണോ ഫേക്കാണോ എന്നറിയുന്നതിനുള്ള ഒരു മാർഗമാണ്. ഒപ്പം തന്നെ നമ്മുടെ മൊബൈല് അൺലോക്ക് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും നമ്മുടെ വാറൻറ്റിയുടെ നിലവിലുള്ള സ്ഥിതി അറിയാനും കഴിയുന്ന വളരെ ഈസിയായിട്ട് ചെക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എൻ്റെ പുതിയ ടിപ്സുകൾ നിങ്ങളുടെ വാളിലെത്തുന്നതിന് വേണ്ടി എൻ്റെ പേജ് അനീഷ് മാർനാട് എന്ന എൻ്റെ പേജ് ലൈക്ക് ചെയ്തതിന് ശേഷം ഫോളോയിങ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എന്നത് ടിക്ക് മാർക്ക് കൊടുക്കുക. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് എന്നതിനകത്ത് ഓൺ സജസ്റ്റഡ് ലൈവ് വീഡിയോസ് എന്നുള്ളതും ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമ്മുടെ ടിപ്സിലേക്ക് കടക്കാം. എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ ഒറിജിനലാണോ ഫേക്കാണോ എന്നറിയുന്നതെന്ന് നോക്കാം. നമ്മുടെ മൊബൈലിലെ IMEI നമ്പർ നമുക്കെടുക്കാം. അതിനായി IMEI നമ്പർ എന്നുള്ളത് ഇൻ്റർനാഷണൽ മൊബൈൽ എക്യുപ്മെൻറ്റ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. അതിന് *#06# എന്നതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ആ സമയത്ത് തന്നെ നമ്മുടെ IMEI നമ്പർ നമ്മുടെ മൊബൈലിൽ ഡിസ്പ്ലേ ആവുന്നതാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഈ നമ്പർ നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ടിപ്പിലേക്ക് കടക്കാം. ശേഷം നമ്മുടെ ബ്രൗസറിലേക്ക് പോവുക. ബ്രൗസറിൽ www.imei.info.com എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. നമ്മൾ ആ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതാണ്. ആ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കയറിയിട്ട് അവിടെ നമ്മുടെ IMEI നമ്പർ അടിച്ചു കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുവാനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ നമുക്ക് ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള അവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. ആ കോളത്തിൽ ടിക്ക് മാർക്ക് കൊടുക്കാം. ശേഷം ചെക്ക് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എൻ്റെ മൊബൈലിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ ഇവിടെ എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന മൊബൈല് ഹുവൈ ആണ്. ഒപ്പം തന്നെ അതിൻ്റെ മോഡൽ P8 ലൈറ്റ് ആണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വന്നിരിക്കുകയാണ്. എൻ്റെ മൊബൈലിൻ്റെ വാറൻറ്റി പീരീഡ് അവസാനിച്ചിട്ടുണ്ട്. അതിനാലാണ് എനിക്കിവിടെ വാറൻറ്റി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരാത്തത്. ഒപ്പം തന്നെ ഈ മൊബൈൽ അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഹാർഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണ്. ഒപ്പം തന്നെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി ലൈക്ക് ചെയ്തതിന് ശേഷം ഷെയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എൻ്റെ ഈ ടിപ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. ഒപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ അനീഷ് മാർനാട് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.